ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞാൻ ഒരു റിംഗ് പ്ലേറ്റർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. എൻഗേജ്മെൻറ്റിന് റിംഗ് പ്ലേറ്റർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഞാൻ എടുത്ത് വന്നപ്പോൾ രാത്രിയായി ഇതിൻ്റെ എൻഡിങ് ആകുമ്പോഴേക്കും. അപ്പോൾ രാത്രി കുറച്ച് ഷോർട്സ് എടുത്തത് അത്ര ക്ലാരിറ്റി ഒന്നുമില്ല, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ബേസ് വേണം. ബേസ് നമുക്ക് ഇങ്ങനെ വുഡൻ ബേസ് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കേക്ക് ബേസ് ഉണ്ടാവുമല്ലോ, കേക്കിൻ്റെ ബേസ്. അപ്പോൾ എനിക്ക് കേക്ക് ബേസ് കിട്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ വുഡൻ പീസ് വാങ്ങി. ഇതിനൊരു 60 റുപ്പീസാണ് ആയത്. പിന്നെ വേണ്ട നമുക്ക് എംബ്രോയ്ഡറി ലൂപ്പില്ലേ, നമ്മൾ റിങ് എംബ്രോയ്ഡറീൻ്റെ റിങ് ചെയ്യില്ലേ, ആ ലൂപ്പ് വേണം. അതിൻ്റെ ഇന്നർ പാർട്ട് മാത്രം മതി, പുറത്തത്തെ ഭാഗം നമുക്ക് വേണ്ട. പിന്നെ നമുക്ക് ഏത് കളറിലാണോ റിംഗ് പ്ലേറ്റർ ചെയ്യുന്നത് ആ കളർ കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സ്. പിന്നെ വേണ്ടത്, ഞാൻ സിൽവർ കളർ പ്ലേറ്റർ ആയതുകൊണ്ട് സിൽവർ കളർ ത്രെഡ് വേണം. അതേപോലെ തന്നെ ഇങ്ങനെ ലെറ്റർ കട്ടിങ്, നമ്മൾ ലെറ്റർ കട്ട് ചെയ്തെടുക്കും. നമ്മൾ ലെറ്റർ കട്ടിങ് ഷോപ്പിലെല്ലാം പോയാലും നമുക്ക് ഇങ്ങനെ ലെറ്റർ കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ കേക്ക് ബേസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി അതിൻ്റെ ടോപ്പിൽ സിൽവർ കളർ പേപ്പർ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടായിരിക്കുമല്ലോ നമുക്കിത് കിട്ടുക. ഗോൾഡൻ കളർ പ്ലേറ്റ് ഉണ്ടാവും, സിൽവർ കളർ ബേസ് ഉണ്ടാവും കേക്കിൻ്റെ. അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാനിങ്ങനൊരു സിൽവർ കാർഡ് സ്റ്റോക്ക് വാങ്ങി ഈ വുഡൻ പീസിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്തത്. ഒട്ടിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് ഫെവി ബോണ്ടാണ്. അപ്പോൾ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിക്കാന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ്. അത് ഉണങ്ങൂല പെട്ടെന്ന്, നല്ല സ്ട്രോങ് ആയി നിൽക്കും, എന്നാലും ഉണങ്ങാൻ കുറേ സമയം എടുക്കും. അപ്പോൾ എന്തായാലും നല്ലത് ഗ്ലൂ ഗൺ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാൻ എടുത്തിരിക്കുന്ന ഫ്ലവർ പിങ്കും ബ്ലൂവും ആണ് എടുത്തിരിക്കുന്ന ഫ്ലവേഴ്സ്. അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടാൻ കുറേ സമയം എടുത്തു, ഫെവി ബോണ്ട് ആയതുകൊണ്ട്. ഫെവിഗോൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയാൻ. അപ്പം ഞാനിപ്പോൾ ഒട്ടിച്ചിട്ട് ഇനി അത് രാത്രി ഒരു വൈകുന്നേരമാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോഴാണ് നന്നായിട്ട് സ്റ്റിക്കായത്. അതുകൊണ്ട് ഫെവി ബോണ്ട് വെച്ച് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഗണ്ണായിരിക്കും. അപ്പോൾ വൈകുന്നേരം ഇതെടുത്തപ്പോൾ ഒട്ടിയിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് റിങ്ങിലേക്ക്, നമ്മളെ ലൂപ്പിലേക്ക് വേണ്ട സിൽവർ കളർ, നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിക്കുമ്പോൾ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടി ഇങ്ങനെ വുഡൻ പീസ് കാണുമ്പോൾ അത്ര ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ സിൽവർ കളർ ത്രെഡ് വെച്ച് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ സിൽവർ കളർ തീമാണ് മൊത്തം, അതുകൊണ്ട് സിൽവർ കളർ ത്രെഡ് വെച്ച് ചുറ്റി കൊടുത്തു. അതിനുശേഷം ഞാനിങ്ങനത്തെ ചെറിയ ഫ്ലവേഴ്സ് വാങ്ങിയിട്ടുണ്ട്, സിൽവർ കളറും പിങ്ക് കളറും. അതെല്ലാം ഒന്ന് വെച്ച് കൊടുത്തു. അതിനുശേഷം ഈ വീഡിയോ ഞാൻ രാത്രി എടുത്തത്, അതുകൊണ്ട് നിഴലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ചെയിന് വേണം, ഒരു സിൽവർ ചെയിന് വേണം. അതിനുശേഷം നമ്മൾ ചെറിയൊരു സിൽവർ റിങ് എടുത്തതിന് ശേഷം ആ റിങ് ആ ഹോൾസിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ, നമ്മൾ ഈ പേര് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളങ്ങനെ മുകളിൽ 2 റൗണ്ട് പോലെ ഹോൾസ് ഉണ്ടാക്കാൻ പറയണം അവരോട്. അതിനുശേഷം നമ്മൾ ആ ചെയിൻ ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മളെ റിങ്ങിൻ്റെ ലാസ്റ്റ് ലുക്ക്. ഗ്യാപ്പുള്ള സ്ഥലത്തെല്ലാം ഞാനൊന്നും കൂടി ഫ്ലവർ വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ റിങ് പ്ലേറ്റിലേക്ക് ഒട്ടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഇത് ഞാൻ എങ്ങനെ ഒട്ടിച്ചെന്ന് വെച്ചാൽ, ആദ്യം ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് നോക്കി, ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് നോക്കി. എന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല ഈ ബേസിലേക്ക്. ഇനി കുറച്ച് വെയിറ്റെല്ലാം ഉള്ളതുകൊണ്ട് അതിനുശേഷം ഞാൻ എംസിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എംസിൽ വെച്ചതിന് ശേഷം അതിന് മുകളിൽ നല്ല പ്രസ് ചെയ്ത് കൊടുത്ത് ഒരു 15 മിനിറ്റ്സ് ഒക്കെ വെച്ചതിന് ശേഷം അത് സെറ്റായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.